നമസ്കാരം. പ്രധാന വാർത്തകൾ. കടൽമണൽ ഖനനം ഇന്ന് അർദ്ധരാത്രി മുതൽ ഹർത്താൽ. കടൽമണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ തീരദേശ ഹർത്താൽ ഇന്നു രാത്രി 12 മുതൽ നാളെ രാവിലെ 9-ന് സംസ്ഥാനത്തെ 125 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമ്മേളനങ്ങൾ നടക്കും. മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താലിന് LDF, UDF മുന്നണികൾക്കൊപ്പം ലത്തീൻ രൂപതകളും ധീവരസഭയും തീരദേശത്തെ വിവിധ മുസ്ലിം ജമാഅത്തുകളും പിന്തുണ പ്രഖ്യാപിച്ചതായി കമ്മിറ്റി ജനറൽ കൺവീനർ PP ചിത്തരഞ്ജൻ MLA അറിയിച്ചു. മത്സ്യ അനുബന്ധ മേഖലയിലെ തൊഴിലാളി സംഘടനകൾ, ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ, ഐസ് ഫാക്ടറി ഉടമകളുടെ സംഘടനകൾ, ബോട്ട് ഓണേഴ്സ് സംഘടനകൾ തുടങ്ങിയവയുടെ പിന്തുണയുമുണ്ട്. ഹർത്താലിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകില്ലെന്നും മത്സ്യബന്ധന തുറമുഖങ്ങൾ, ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, മത്സ്യചന്തകൾ എന്നിവയുടെ പ്രവർത്തനം സ്തംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. PC ജോർജിന്റെ ആരോഗ്യനില തൃപ്തികരം. ജാമ്യ ഹർജി നാളെ പരിഗണിക്കും. വിദ്വേഷ പരാമർശ കേസിൽ അറസ്റ്റിലായി ആശുപത്രിയിൽ തുടരുന്ന PC ജോർജിന്റെ ആരോഗ്യനില തൃപ്തികരം. 48 മണിക്കൂർ നിരീക്ഷണം ഇന്ന് പൂർത്തിയാകും. പരിശോധനകൾക്ക് ശേഷം ആശുപത്രി വിടുന്ന കാര്യത്തിൽ ഡോക്ടർമാർ തീരുമാനമെടുക്കും. റിമാൻഡിലായതിനു പിന്നാലെ ശാരീരിക അവശതകളെ തുടർന്നാണ് PC ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതേസമയം ജാമ്യം തേടി PC ജോർജ് കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഹർജി കോടതി നാളെ പരിഗണിക്കും. സിനിമാ മേഖലയിലെ തർക്കം ഒത്തുതീർപ്പിലേക്ക്. സുരേഷ് കുമാറിനെതിരായ പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മലയാള സിനിമാ സംഘടനകൾക്കിടയിൽ നിലനിന്നിരുന്ന തർക്കം അവസാനിക്കുന്നു. ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരുമായി സംസാരിച്ചു. ഇതിന് പിന്നാലെ നിർമ്മാതാവ് G സുരേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചു. മാർച്ച് മാസത്തിൽ ഫിലിം ചേംബർ ഒരു പണിമുടക്കും തീരുമാനിച്ചിട്ടില്ലെന്ന് തിയേറ്റർ ഉടമകൾ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാനെന്നും ചേംബർ പ്രസിഡന്റ് പറഞ്ഞു. കടുത്ത ചൂടിന് ആശ്വാസം. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് കടുത്ത ചൂടിന് ആശ്വാസം നൽകാൻ വേനൽ മഴ എത്തുന്നു. വെള്ളി, ശനി ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. 28-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ച് 1-നും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. 2-ന് കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. പോലീസുകാരൻ ട്രെയിനു മുന്നിൽ ചാടി ജീവനൊടുക്കി. തൃശൂർ വടക്കഞ്ചേരിയിലാണ് സംഭവം. പോലീസ് കൺട്രോൾ റൂമിലെ സിവിൽ പോലീസ് ഓഫീസർ രമേശ് ബാബുവാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. ഇയാൾ മദ്യത്തിന് അടിമയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അവിവാഹിതനാണ്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. BJPക്ക് തിരിച്ചടി. NDA സഖ്യം വിട്ട് സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക്. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിൽ ചേരും. NDA മുന്നണിയുടെ ഭാഗമായ സജി തൃണമൂൽ കോൺഗ്രസിലൂടെ വീണ്ടും UDF രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിവരാനാണ് ശ്രമിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുൻ ജില്ലാ അധ്യക്ഷനും UDF ചെയർമാനുമായിരുന്നു സജി. മോൻസ് ജോസഫുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് സജി കേരള കോൺഗ്രസ് വിട്ടത്. തുടർന്നാണ് NDAയുടെ ഭാഗമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയെ സജി പിന്തുണച്ചിരുന്നു. 4-ാം ക്ലാസ്സുകാരി വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. തിരുവനന്തപുരത്ത് 4-ാം ക്ലാസ്സുകാരിയെ വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളനാട് കുളക്കോട് സ്വദേശിയായ പെൺകുട്ടിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇളയ കുട്ടിയുമായി കളിക്കുകയായിരുന്നു. ഇതിനിടെയാണ് സംഭവം. ശുചിമുറിയിൽ കയറി കുട്ടി വാതിലടയ്ക്കുകയായിരുന്നു. കുട്ടിയെ വീട്ടുകാർ ഉടൻ വെള്ളനാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ആര്യനാട് പോലീസ് കേസെടുത്തു. ഉറയാക്കോട് വിശ്വദർശിനി സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. NDA വൈസ് ചെയർമാന്റെ മകൻ MDMAയുമായി പിടിയിൽ. NDA വൈസ് ചെയർമാനും വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭാ നേതാവുമായ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ ശിവജി MDMAയുമായി പിടിയിൽ. പൂവാർ പോലീസാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾക്കൊപ്പം കഴക്കൂട്ടം സ്വദേശിനി സൗമ്യ, തൃശൂർ സ്വദേശി ഫവാസ് എന്നിവരും പിടിയിലായി. ഇവരുടെ പക്കൽ നിന്ന് 1.1 മില്ലിഗ്രാം MDMAയാണ് പിടികൂടിയത്. പഴയകട ബൈപ്പാസിന് സമീപം നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലാവുന്നത്. KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. നിരവധി പേർക്ക് പരിക്ക്. വിഴിഞ്ഞം പുതിയ പാലത്തിനടുത്ത് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപത്ത് ഇന്ന് വൈകുന്നേരത്തോടെയാണ് അപകടം നടന്നത്. എതിർദിശകളിൽ വന്ന KSRTCയുടെ 2 ബസ്സുകളാണ് കൂട്ടിയിടിച്ചത്. യാത്രക്കാരും ബസ് ജീവനക്കാരും അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയാലും പരാതിയില്ല. K സുധാകരൻ. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പ്രതികരണവുമായി K സുധാകരൻ. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്നും മാറ്റിയാലും കുഴപ്പമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാതിരിക്കാം. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കും. മാറ്റിയാൽ കുഴപ്പമില്ല, പരാതിയുമില്ല, K സുധാകരൻ പറഞ്ഞു.